നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നാണ് പഠനം. വേൾഡ് വെതർ അട്രിബ്യൂഷന്റെ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ. ലണ്ടൻ നഗരത്തിൽ 4 മാസം പെയ്തിറങ്ങുന്ന മഴയാണ് വയനാട്ടിൽ ഒറ്റ ദിവസം ഉണ്ടായത്. ആഗോളതലത്തിൽ മനുഷ്യന്റെ ഇടപെടലുകളാണ് കാലാവസ്ഥയിലെ അനിശ്ചിതത്വങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ഒറ്റ ദിവസം പെയ്തിറങ്ങിയത് 146 മില്ലി ലിറ്റർ മഴയാണ്. ജൂലൈ 29-നും 30-നും ഇടയിൽ 24 മണിക്കൂറിൽ 10% അധികം മഴ പെയ്തിറങ്ങി. 1901 ഇന്ത്യയുടെ കാലാവസ്ഥ ഏജൻസി റെക്കോർഡ് സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന കേരളത്തിലെ മൂന്നാമത്തെ ഉയർന്ന മഴയായിരുന്നു ഇത്. 1924, 2018 എന്നീ വർഷങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും നാശം വിതച്ച പേമാരി പെയ്തിറങ്ങിയത്. ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്നു എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് അകന്നില്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഇനിയും രൂക്ഷമാകും. ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ദിവസത്തെ മഴയുടെ അളവ് 4% വരെ വർദ്ധിക്കും. ഇത് കൂടുതൽ വിനാശകരമായ മണ്ണിടിച്ചിലുകൾക്കും വഴിവെക്കും എന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വയനാട്ടിലെ ഭൂവിനിയോഗ മാറ്റങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയും ഏറെ ബന്ധമുണ്ടെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വയനാട്ടിലെ മണ്ണ് കേരളത്തിലെ ഏറ്റവും അയഞ്ഞതും മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നതുമായ മണ്ണാണ്. ഇത് കൂടുതൽ കരുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ച് വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥ മാറ്റം വരുന്നതിന് മുമ്പ് ഇത്തരം ഉരുൾമഴകൾ 50-100 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു. ആഗോളതാപനം ശരാശരി 1.3 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇത് 2 ഡിഗ്രി ആകുന്നതോടെ വിനാശമഴയുടെ സാധ്യത 10-നിന്ന് 14% ഉയരുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തിലെ കാലാവസ്ഥ വിദഗ്ധരുടെ കൂട്ടായ്മയിൽ 2014 മുതൽ ഈ രംഗത്ത് ഗവേഷണം നടത്തുന്ന സംഘമാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ. ഏപ്രിലിൽ ദുബായ്, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ മഴയും വെള്ളപ്പൊക്കവും സംബന്ധിച്ചും ഈ സംഘം പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 10 മുതൽ 14% വരെ ശക്തമായ പേമാരിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏപ്രിൽ 14, 15 എന്നീ ദിവസങ്ങളിലായി ദുബായിൽ 1.5 വർഷം പെയ്യേണ്ട മഴയാണ് പെയ്തിറങ്ങിയെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കുന്നത്. 75 വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് ഗൾഫ് രാജ്യങ്ങളിൽ 2024 ഏപ്രിലിൽ ലഭിച്ചത്. കേരളത്തിലും ഇതേ പ്രതിഭാസം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.